നമ്മളിന്ന് 3-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇന്നും അഡ്മിറ്റ് ആക്കുമെന്ന് അറിയില്ല. ഇതിപ്പോൾ കുറേ ദിവസമായി അവർ ഇൻഡ്യൂസ് ചെയ്യാം, അഡ്മിറ്റ് ആക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയ തോതിൽ കൺട്രാക്ഷനൊക്കെ ഉണ്ട്. രാവിലെ തൊട്ട് ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് നമുക്ക് നോക്കാം അവരെന്താ പറയണേന്ന്. പിന്നെ ബാഗിലാണെങ്കിൽ ഫുൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവരെങ്ങാനും അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആവാനുള്ള ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അവിടെ ചെന്നിട്ട് അവരെന്താ പറയണേന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രയേജിലേക്ക് വിട്ടേക്കുവാണ്. അപ്പം എനിക്കറിയില്ല എന്നെ അഡ്മിറ്റ് ആക്കുമെന്ന്. ഞാൻ എന്തായാലും ട്രയേജിൽ പോയി ബേബിയുടെ മൂവ്മെൻറ്റും ഹാർട്ട് ബീറ്റും പിന്നെ എൻ്റെ കൺട്രാക്ഷനും ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയേജിൽ വന്നു. ജസ്റ്റ് ഇനീഷ്യൽ അസസ്മെൻ്റൊക്കെ കഴിഞ്ഞു. അവർ ജസ്റ്റ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. എൻ്റെ സർവിക്സ് ഓപ്പൺ ആയെന്ന് നോക്കി. അപ്പോൾ സർവിക്സ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇൻഡക്ഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഇൻഡക്ഷൻ യൂണിറ്റിലേക്ക് തന്നെ വിട്ടു. അപ്പോൾ ഇപ്പോൾ ഇൻഡക്ഷൻ യൂണിറ്റിൽ അവർ ജസ്റ്റ് ഇനീഷ്യൽ അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് ജസ്റ്റ് ബേബി മോണിറ്ററിങ് തന്നെയാണ്. അതുകൂടാതെ എൻ്റെ ഇൻറ്റേർണൽ അതിൽ ജസ്റ്റ് അവരൊന്ന് മോണിറ്റർ ചെയ്യും. സർവിക്സ് ഓപ്പൺ ഡയലേറ്റഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെയും ചെക്ക് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്ത് കൺസേൺ ആയിട്ട് ചെന്നാലും ഏത് യൂണിറ്റിൽ അഡ്മിറ്റ് ആയാലും അവർ എല്ലാ യൂണിറ്റിലും നമുക്ക് ഇനീഷ്യൽ അസസ്മെൻറ്റ് ചെയ്യും. അതായത് ബേബിയുടെ മൂവ്മെൻറ്റും ബേബിയുടെ ഹാർട്ട് ബീറ്റും എല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം അവരിപ്പോൾ നമുക്ക് എന്തെങ്കിലും കൺസേൺസോ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാനുള്ള ഒരു അവസരം തരും. ദെൻ ഇപ്പം ഞാൻ ഇൻഡക്ഷൻ യൂണിറ്റിൽ അഡ്മിറ്റ് ആയേക്കുവാണ്. ഞാനൊരു 4 ദിവസം ഇൻഡക്ഷൻ യൂണിറ്റിൽ കിടന്നായിരുന്നു. എനിക്ക് 4-ാം ദിവസമാണ് എൻ്റെ ഡെലിവറി ഉണ്ടായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫുൾ ടൈം കഴിഞ്ഞിട്ടും എൻ്റെ സർവിക്സ് ഒട്ടും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ അവരെനിക്ക് മെഡിസിൻ തന്നു. ഇപ്പം നൈറ്റ് 8 മണി. അപ്പം എനിക്ക് ഫസ്റ്റ് ഡോസ് ഇൻഡക്ഷൻ മെഡിസിൻ തന്നു. വെയിറ്റ് ചെയ്യുവാണ്. ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ എൻ്റെ ബേബിയുടെ കിക്കും മൂവ്മെൻറ്റും ഒക്കെ എനിക്ക് മിസ്സാവും. അപ്പം നമ്മൾ ഹാഫ് ആൻ അവർ മെഡിസിൻ കിട്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറയാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടും എൻ്റെ കേസിലൊന്നും സംഭവിച്ചിരുന്നില്ല. അപ്പോൾ മിഡ് വൈഫ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു 12 hours കഴിയുമ്പോൾ അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് വീണ്ടും മെഡിസിൻ തരും. അതുപോലെ എപ്പോൾ സർവീസ് ഓപ്പൺ ആവുന്നു അത്രയും ടൈം 12 hours കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻ വച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതായിരുന്നു അവരുടെ പാറ്റേൺ. ദെൻ എൻ്റെ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സെക്കൻഡ് ഡേ ഒരു മെഡിസിൻ വയ്ക്കാൻ വന്നപ്പം എൻ്റെ സർവിക്സ് 2 centimeter ഓപ്പൺ ആയിരുന്നു. ദെൻ വൺസ് സർവിക്സ് ഓപ്പൺ ആയാൽ പിന്നെ അവർ മെഡിസിൻ തരില്ല. പിന്നെ അവർ വാട്ടർ ബ്രേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യും. ബട്ട് എൻ്റെ സെക്കൻഡ് ഡേയിൽ സർവിക്സ് 2 centimeter ഓപ്പൺ ആയെങ്കിലും പിന്നെ ആ വാട്ടർ ബ്രേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു 3 days ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഈ 3 daysഉം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ നടക്കുമെന്ന്. അല്ല, നല്ല പെയിനോടുകൂടിയുള്ള നടത്തമാണ്. പിന്നെ എത്രത്തോളം നമ്മൾ എക്സസൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സർവിക്സ് ഓപ്പൺ ആവും. അതുകൊണ്ട് മാക്സിമം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസം നമ്മൾ നടക്കാനും അതുപോലെ സിറ്റപ്പ് അങ്ങനെയുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുക. ഇപ്പം ഞാൻ നടക്കുവാണ്. ഇത് എൻ്റെ ഒരു എക്സസൈസ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ 2 centimeter കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സർവിക്സ് ഓപ്പൺ ആവുമോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് വരുമോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഇവർ വാട്ടർ ബ്രേക്ക് വരുന്ന വരെ ഇവർ വെയിറ്റ് ചെയ്യും നോർമൽ ഡെലിവറിക്ക് വേണ്ടി. അതിനു മുമ്പ് നമ്മൾ എത്രത്തോളം ഇവരെ ഫോഴ്സ് ചെയ്താലും അവർ നമ്മളെ ഡെലിവറി ഷൂട്ടിലേക്ക് കൊണ്ടുപോകില്ല. ഞാൻ 3-ാമത്തെ ദിവസമായപ്പം എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് ഫിസിക്കലി മെൻ്റലി എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം കണ്ടിന്യൂസ് പെയിനാണ്. നൈറ്റ് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ പെയിൻ എന്ന് പറയുമ്പോൾ അവർ പാരസെറ്റമോൾ തരും. അതുകൂടാതെ തന്നെ നമ്മൾക്ക് ബാത്ത് ടബ് യൂസ് ചെയ്യാം. നമ്മൾ ഹോട്ട് വാട്ടർ അവർ ടബ് നിറച്ചിട്ട് നമ്മുടെ അടുത്ത് ഹോട്ട് വാട്ടറിൽ കിടന്നോളാൻ പറയും. ഹോട്ട് വാട്ടർ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. കാരണം ഹോട്ട് വാട്ടറിൽ കിടക്കുമ്പോൾ ഞാൻ പെയിൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നൈറ്റ് ഫുള്ള് ഹോട്ട് വാട്ടറിൽ കിടന്നിട്ടുണ്ട്. ബട്ട് ഹോട്ട് വാട്ടറിൽ കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ ബേബിയുടെ സേഫ്റ്റിയും മസ്റ്റായിട്ടും കൺസിഡർ ചെയ്യണം. കാരണം ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും ടബിൽ കിടന്നിട്ട്.
കാരണം നമ്മൾ അത്രത്തോളം ടയേർഡായിരിക്കും. പിന്നെ പെയിനും എല്ലാം കൂടി വന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈവൻ അവിടെ നിന്ന് ഫുഡ് തരുമെങ്കിലും ഞാൻ ആ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡ് രാവിലെ വരുമ്പോൾ ഫുഡ് കൊണ്ടുതരും. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഈവൻ വിസിറ്റേഴ്സിൻ്റെ ടൈമിംഗ് ഉണ്ട്. മോർണിംഗ് 10 to നൈറ്റ് 10 വരെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം മോർണിംഗ് രാകേഷ് വരുമ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുവരുമായിരുന്നു. എനിക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ്, നമ്മുടെ കേരള ഫുഡ് കൊണ്ടുതരും. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ബാക്കി ഫുഡൊക്കെ കൊണ്ടുതരും. അപ്പം ഞാനത് കഴിക്കും. ദെൻ ഇത് എൻ്റെ ലാസ്റ്റ് 4th ഡേ ആണ് ഞാൻ ഇരിക്കുന്നതാണ്. എനിക്ക് അത്രത്തോളം ഞാൻ നേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി കരഞ്ഞു പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ അവരെപ്പോഴും എന്നോട് പറഞ്ഞു, ഇല്ല, വാട്ടർ ബ്രേക്ക് വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പെയിൻ സഹിക്കാതെ വേറെ നിവൃത്തിയില്ലാന്ന്. പിന്നെ ഓരോ ദിവസം അവർ നമ്മുടെ അടുത്തൊന്ന് പറയും ഉറങ്ങണം, കാരണം നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മുടെ എഫേർട്ടാണ് അതിൽ മാക്സിമം വരുന്നത്. അപ്പോൾ ഉറങ്ങണം, മാക്സിമം ഫുഡ് കഴിക്കണം, ഈവൻ പെയിൻ ഉണ്ടായാലും അതൊക്കെ ചെയ്യണമെന്ന് പറയും. പിന്നെ ദൈവാധീനം കൊണ്ട് എനിക്ക് 4th ഡേ ഒരു ഉച്ചയായപ്പോഴത്തേക്കും വാട്ടർ ബ്രേക്ക് വന്നു. അപ്പോൾ എന്നെ ഡെലിവറി സ്യൂട്ടിലേക്ക്, പിന്നെ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഡെലിവറി സ്യൂട്ടിലേക്ക് മാറ്റും. അതുപോലെ ഡെലിവറിക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അവരോട് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ അവർ വീഡിയോ എടുത്തു തരും. നമുക്ക് കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ കൂടെ നമുക്ക് സംസാരിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ എനർജി ഡ്രിങ്ക് എന്തെങ്കിലും കരുതുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 5.5 hours എടുത്തു ഞാൻ ഡെലിവറി സ്യൂട്ടിൽ ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ബാക്കി ഇവിടെ സംഭവിച്ചത് എന്താണെന്നും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ഇത് യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതാണ് എൻ്റെ ഡെലിവറി ലാസ്റ്റ് സ്റ്റേജ്. ആ സമയത്ത് അവർ എനിക്ക് ഒരു ബോളൊക്കെ എൻ്റെ കാലിൽ സെറ്റ് ചെയ്തായിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, കാരണം പെയിനിൽ കിടക്കുന്നതുകൊണ്ട് ഇത് ഇവിടെ എന്താ അവരെന്തൊക്കെ ചെയ്യുന്നതെന്നൊന്നും. പിന്നെ ഞാൻ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ പെത്തഡിൻ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തു. അതും വിത്ത് ഗൈഡൻസോട് കൂടിയാണ്. കാരണം ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് റൗണ്ട്സിന് വരും. അതുപോലെ തന്നെ അവർ നമ്മളെ വാച്ച് ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് പെത്തഡിനൊക്കെ തന്നത്. ഇപ്പം ഞാൻ ഒരു മെഡിസിനും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കിടന്ന ആളാണ്. ഇപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പെത്തഡിൻ എടുത്തോ, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം അതുകൊണ്ട് പെത്തഡിൻ എടുത്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് ലാസ്റ്റ് സ്റ്റേജ് ബ്ലീഡിങ് വന്നായിരുന്നു. അപ്പോൾ ബ്ലീഡിങ് വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. കാരണം എനിക്ക് കുറച്ച് ടെമ്പറേച്ചർ കാണിച്ചിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ടെമ്പറേച്ചർ കാണിച്ചപ്പം പിന്നെ ബ്ലീഡിങ് കൂടി വന്നപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോൾ എൻ്റെ GP ഗൈനക്കോളജിസ്റ്റൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം സ്മൂത്തായി നടന്നു. ബേബിക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയായിരുന്നു. പിന്നെ OT-യിൽ പോയി സ്റ്റിച്ച് ചെയ്തു. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പം പിന്നെ എൻ്റെ ബേബി എന്തുകൊണ്ടാണ് ബോട്ടിൽ ഫീഡ് ആയെന്നും ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.